പ്രപഞ്ചത്തിൽ പലതും സംഭവിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കുവാനോ തീരുമാനങ്ങളെ വ്യക്തമായ രീതിയിൽ ഉദ്ദേശത്തോടെ ദർശിക്കുവാനോ നമുക്ക് സാധ്യമാവുകയില്ല. എന്നാൽ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചിന്തകളും മുൻപോട്ട് പോകുന്നത്. അതിനെ നയിക്കുന്ന നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും സഫലമാകുന്നത് നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും കർമ്മത്തിലൂടെയും ഉദ്ദേശത്തിലൂടെയും മാത്രമാണ്. അതിനർത്ഥം കണ്ടെത്തുവാനും അതിൻ്റെ അനുയോജ്യമായ ഉദ്ദേശത്തെ തിരിച്ചറിയുവാനും സാധിക്കണമെങ്കിൽ നാം നമ്മുടെ ചിന്തകൾക്ക് വ്യക്തമായ സ്പഷ്ടമായ ഉദ്ദേശവും സ്ഥാനവും നൽകേണ്ടതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ വഴികളിലൂടെ സഞ്ചരിക്കുവാനും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാനും സാധ്യമാവുകയുള്ളൂ. ആ തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുയോജ്യമായ സ്ഥാനവും ലക്ഷ്യവും ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ അത് നമുക്ക് ബോധ്യമാകുന്നതുവരെയും നാം നമ്മുടെ തീരുമാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തെ സഫലമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ തീരുമാനങ്ങൾക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മതിയായ അർത്ഥവും വ്യാപ്തിയും സ്ഥാനവും നൽകിക്കൊണ്ട് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ആ തീരുമാനങ്ങൾ എപ്പോഴും അനുയോജ്യമായ രീതിയിൽ തന്നെ നമ്മെ മുൻപോട്ട് നയിക്കുകയും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മെ എത്തിച്ചേർക്കുകയും ചെയ്യുന്നതാണ്. നാം കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് ഉദ്ദേശ ലക്ഷ്യവും സ്ഥാനവും നൽകുവാൻ സാധ്യമാവുകയുള്ളൂ. ആ സ്ഥാനങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുയോജ്യമായ വ്യക്തമായ തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകുന്നതുമാണ്. അതിനെ സ്പഷ്ടമായ രീതിയിൽ ഉദ്ദേശത്തോടെയും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം അർത്ഥം ലഭിക്കുന്നതാണ്. എപ്പോഴും നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മൂല്യം നൽകിക്കൊണ്ടേയിരിക്കും. ആ മൂല്യത്തിന് മതിയായ സ്ഥാനം ലഭ്യമാകണമെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം അർത്ഥവും ഉചിതമായ തീരുമാനവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തകളെ തിരുത്തുവാനും അതിന് വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് മാനസികമായ വളർച്ച നൽകിക്കൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകുവാനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ മതിയായ സ്ഥാനത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേർക്കുന്നത്. ആ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായി മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് അർത്ഥവും മതിയായ മൂല്യവും ലഭ്യമാവുകയുള്ളൂ. അതിനാൽ തന്നെ നാം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പരിശ്രമം ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുകയും നമ്മെ കഠിനാധ്വാനത്തിലൂടെ ഉള്ള വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുകയുള്ളൂ. അതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കർമ്മത്തിൻ്റെ ലക്ഷ്യവും സ്ഥാനവും നമ്മെ മനസ്സിലാക്കുവാനും ബോധ്യവാനാക്കുവാനും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതിന് കാരണമാകുന്നത്. എപ്പോഴും നാം മൗനമായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം മൗനമായിരിക്കുമ്പോൾ നാം ശാന്തത അനുഭവപ്പെടുന്ന വ്യത്യാസത്തിൽ നമുക്കെപ്പോൾ എങ്ങനെ ദർശിക്കുവാൻ സാധിക്കുന്നുവോ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മൗനം, നമ്മുടെ ശാന്തമായ അന്തരീക്ഷം നമ്മെ ജീവിതത്തിലെ ഓരോ തീവ്രമായ പ്രവൃത്തി ചെയ്യുവാനും നമ്മെ പ്രാപ്തനാക്കുകയുള്ളൂ. ആ തീരുമാനങ്ങളെ നാം എപ്രകാരം ദർശിക്കുന്നുവോ അത് നമ്മളുടെ ജീവിതത്തിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് നമ്മെ പരിപൂർണനായ ശക്തനായ വ്യക്തിയാക്കി മാറ്റും. ആ തീരുമാനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെയും ഉദ്ദേശത്തെയും തിരിച്ചറിയുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നും അതിൻ്റെ സ്ഥാനം എത്രത്തോളം വലുതാണെന്നും നമുക്ക് ദർശിക്കുവാനും അതിൻ്റെ കഴിവിനെ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അർത്ഥം നൽകിക്കൊണ്ട്
നാം നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുയോജ്യമായ സ്ഥാനത്തിലൂടെ കടന്നു പോവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും മതിയായ അർത്ഥവും പ്രേരണാശക്തിയും ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്കെപ്പോഴും വിജയത്തിലെത്തിച്ചേരുവാനും ശാശ്വതമായ ലക്ഷ്യസ്ഥാനത്തെ പ്രാപ്തമാക്കുവാനും അതിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും മുൻപോട്ട് പോകുന്തോറും നമ്മളുടെ ജീവിതത്തിൻ്റെ സ്ഥാനവും വ്യാപ്തിയും ലക്ഷ്യവും എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പടിക്കെട്ടുകളെ ഉയരങ്ങളിലേക്ക് നയിക്കുവാനും സാധ്യമാവുകയുള്ളൂ. അങ്ങനെ നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം മതിയായ അർത്ഥവും പ്രാപ്തിയും ഉദ്ദേശ ലക്ഷ്യവും സ്ഥാനവും എല്ലാം ലഭ്യമാവുകയുള്ളൂ.